സർവമത സമ്മേളനത്തെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചല്ലോ. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനാണ് ഈ സമ്മേളനം എന്ന് സമ്മേളന പന്തലിൽ എഴുതി വെച്ചു. എന്താണ് അതിനർത്ഥം? മതങ്ങൾ തമ്മിൽ കലഹിക്കരുത്, വാദിച്ച് കലഹിക്കരുത് എന്നത് തന്നെ. പല മതസാരവും ഏകം എന്ന് പഠിപ്പിച്ച ഗുരു ഇങ്ങനെ ചെയ്തില്ലെങ്കിലല്ലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ. അങ്ങനെയുള്ള ഗുരുവിൻ്റെ സ്മൃതി തുടിച്ചു നിൽക്കുന്ന പവിത്രമായ സ്ഥലമാണ് ശിവഗിരി. ആ ശിവഗിരി എന്നും എല്ലാവർക്കും അവകാശപ്പെട്ടതായി തന്നെ തുടരണം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്നതായിരുന്നല്ലോ ഗുരുവിൻ്റെ സങ്കല്പം. അരുവിപ്പുറമായാലും ചെമ്പഴന്തിയായാലും ശിവഗിരിയായാലും ഗുരുവുമായി ബന്ധപ്പെട്ട ഏത് സ്ഥാനവും സ്ഥാപനവും എല്ലാവർക്കുമായി എന്നും തുറന്നിരിക്കണം. ആ ആശയത്തിൻ്റെ അനുരണനങ്ങൾ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ഉണ്ടാകണം. ലോകമാകെ ശ്രദ്ധിക്കുന്ന മാതൃകാസ്ഥാനമായി ഈ നാട് തന്നെ മാറിത്തീരണം. ഒരു വശത്ത് സാമുദായികമായ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെയുള്ള പ്രവർത്തനം, മറുവശത്ത് മദ്യപാനം പോലുള്ള ദുസ്വഭാവങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനം, ഇനിയും ഒരു വശത്ത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയും സ്വാശ്രയത്വത്തിന് വേണ്ടിയുമുള്ള പ്രവർത്തനം. ഈ മൂന്ന് പ്രവർത്തന പദങ്ങളെ ശ്രീനാരായണ ഗുരു സമന്വയിപ്പിച്ചു. ഇത് കാണാതെ ഗുരുവിനെ ആത്മീയതയുടെ അന്വേഷകൻ മാത്രമായി പരിമിതപ്പെടുത്തി കാണരുത്. ഏകാന്തമായ ഏതോ ഗുഹയിൽ പോയിരുന്ന് ജീവിതാന്ത്യം വരെ പ്രാർത്ഥിക്കുകയല്ല, മറിച്ച് ഈ സമൂഹത്തെ മാറ്റിമറിക്കാൻ സന്ദേശങ്ങൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും ഗുരു ഇടപെടുകയായിരുന്നു. പ്രാർത്ഥനയല്ല, പ്രവൃത്തിയെ സാമൂഹ്യ മാറ്റം വരുത്തൂ എന്ന് ഗുരു പഠിപ്പിക്കുകയായിരുന്നു. സംഘടന കൊണ്ട് ശക്തരാകണം എന്ന മുദ്രാവാക്യം അക്കാലത്ത് എത്രമാത്രം പുരോഗമനപരമായിരുന്നു എന്നോർക്കുക. ഇക്കാലത്തും അത് വലിയ പ്രസക്തിയുള്ളതാണ്. മറ്റൊരു ഗുരുവും ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നതും നാം ഓർക്കണം. വടക്ക് തീയമഹാസഭ, തെക്ക് ഈഴവ മഹാസഭ, ഇതെല്ലാമുള്ള ഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹം നേതൃത്വം കൊടുത്തുള്ള സംഘടനയ്ക്ക് രൂപം നൽകുന്നത്. ആ സംഘടനയ്ക്ക് അദ്ദേഹം ജാതിപ്പേരല്ല നൽകിയത്. അവകാശങ്ങൾക്ക് വേണ്ടി സംഘടിക്കണമെന്നല്ലാതെ മറ്റു വിഭാഗങ്ങൾക്കെതിരെ സംഘടിക്കണമെന്നല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നതും നാം മനസ്സിലെപ്പോഴും സൂക്ഷിക്കേണ്ടതാണ്. മാനവികതയുടെ മഹാസന്ദേശമാണ് ഗുരു നൽകിയത്, ജാതീയതയുടെ സങ്കുചിത സന്ദേശമല്ല. ഐത്തത്തിൻ്റെ രൂക്ഷതയ്ക്കെതിരായി ഗാന്ധിജി തൻ്റെ ഹരിജൻ എന്ന പ്രസിദ്ധീകരണത്തിൽ ലേഖനം എഴുതിയതിന് പിന്നിൽ പോലും ശ്രീനാരായണ ചിന്തകളുടെ സ്വാധീനമുണ്ട് എന്ന് നാം കാണേണ്ടതാണ്. കാക്കിനട കോൺഗ്രസ് സമ്മേളനത്തിൽ ഐത്തോച്ചാടന പ്രമേയം വന്നതുപോലും ശ്രീനാരായണ ഗുരുവിൻ്റെ സ്വാധീനം കൊണ്ടാണ്. ആ പ്രമേയം അവതരിപ്പിച്ച ടി.കെ. മാധവന് അതിനുവേണ്ട ഊർജം ലഭിച്ചത് ശ്രീനാരായണ ഗുരുവിൻ്റെ ചിന്തകളിൽ നിന്നാണ്. ജാതിഭേദവും മതദ്വേഷവുമില്ലാത്ത ഒരു കേരളത്തെയാണ് ശ്രീനാരായണ ഗുരു സ്വപ്നം കണ്ടത്. സഹോദരങ്ങളായി എല്ലാവരും പാർക്കുന്ന മാതൃകാസ്ഥാനമായാണ് അദ്ദേഹം നാടിനെ സങ്കല്പിച്ചത്. അത് സാക്ഷാത്കരിക്കാനുള്ള ശ്രമങ്ങളെ ദുർബലപ്പെടുത്താനുള്ള നീക്കം ഒരു ഭാഗത്തു നിന്നും ഉണ്ടായിക്കൂടാ. അങ്ങനെ ഉണ്ടായാൽ അതിനെ ചെറുത്തു തോൽപ്പിക്കും എന്ന ദൃഢപ്രതിജ്ഞയോടെ വേണം ഇവിടെ എത്തുന്ന ഓരോ തീർത്ഥാടകനും മടങ്ങുന്നത്.